വിഷയത്തിൽ മികവുറ്റ കയ്യൊപ്പ് ചാർത്തിയ കർമ്മയോഗ്യയായ പണ്ഡിതൻ മർഗസിന്റെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി ഉസ്താദ് അംസകുട്ടി ബാഖവി ആദരശ്ശേരി അവർകളെ ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه وأهل بيته أجمعين أما بعد. വന്നിരിലൊന്നിലായ അധ്യക്ഷൻ തങ്ങളവർകളെ, ഈ മർക്കസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉടലെടുക്കാനായി ചിന്തിച്ചപ്പോൾ സന്നിഹിതരായിരുന്ന വന്യരായ കാളാവ് സൈദലവി ഉസ്താദ്, മമ്മിക്കുട്ടി ഉസ്താദ്, പൊല്ലാർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ഹക്കീം ഫൈദി, ഇതിന്റെ പ്രാരംഭം മുതൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇന്നേ വരെ ഇരിക്കുന്ന കുട്ടി ഉസ്താദ്, തഥാ നസീം സാർ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, വിശിഷ്യ നജീബ് കാന്തപുരം, അഡ്വക്കേറ്റ് ഷാഫി സാഹിബ്, ഇങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളാൽ ബറക്കത്തുള്ള മഹത്തായ ഒരു സദസ്സാണിത്. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ എന്റെ എല്ലാ ജ്യേഷ്ഠാഞ്ജന്മാരെ, നാം ഈ സമ്മേളിച്ചത് രാജാതിരാജനായ നാഥൻ സ്വാലിഹ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ആദ്യമായി അർത്ഥിക്കുന്നു. മർക്കസ് എന്ന് പറയുമ്പോൾ 1983 സെപ്റ്റംബർ 11-ാം തീയതി അബുദാബി ലത്തീഫ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വന്യരായ KT മാനു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് നമുക്കൊരു മതബോധിക സമന്വയ കലാലയം വേണം, വിശിഷ്യ വിദേശികളായ നമ്മുടെ മക്കൾ ഓവാരത്തിലും കരങ്കിലുമിരുന്ന് സമയം കൊല്ലുന്നു, അവരെ പിടിച്ചിട്ട് നന്നായിട്ട് ബോധവൽക്കരണം നടത്തി ധർമ്മശുരിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഒരു ബോർഡിംഗ് സംവിധാനം വേണം എന്നുള്ളൊരു ചിന്തയ ആദ്യമായി ചിന്തിക്കുകയും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ആരംഭിക്കുകയും ചെയ്തത് അന്നാണ്. അപ്പോൾ ഞങ്ങളുടെ മനോമുഖരത്തിൽ അന്ന് പൊങ്ങി വന്നത് ഒന്ന് ബോർഡിംഗ് മദ്രസ ആൻഡ് സ്കൂൾ, ബോർഡിംഗ് സമ്പ്രദായം LKG to SSLC വരെ. 2 ഒരു അറബിക് കോളേജ്. അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ SSLC പാസ്സായ കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് സയൻസ്, ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഇത് എടുത്തുകൊണ്ട് അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഡിഗ്രി ഈ 3 കോഴ്സിലുമുള്ള ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തികഞ്ഞൊരു പണ്ഡിതനായി മാറണം. ഇങ്ങനെ ഒരു ഭാവനം അന്ന് ചിന്തിച്ചിരുന്നു. തഥാ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് കേരളീയരായ പണ്ഡിതരെ സംബന്ധിച്ച് പഴയകാലത്ത് ഗൾഫിൽ വരുമ്പോൾ ഏക കുറവ് മറ്റുള്ള ഏത് പണ്ഡിതരെക്കാളും അറബി ഗ്രാമറിലോ
കർമ്മശാസ്ത്രത്തിലോ എന്നും നാം മുന്നിലാണ്, ഒരിക്കലും പിന്നിലല്ല കേരളീയ പണ്ഡിതന്മാർ. മറിച്ച് പരിശുദ്ധ ഖുർആൻ മനനം ചെയ്യുക, ഒരായത്ത് അറബികൾ ഓതുമ്പോൾ ബാക്കി ഓതാൻ സാധിക്കുക എന്നത് വളരെ വിരളം പണ്ഡിതന്മാർക്കേ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ പോരായ്മ നികത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. അഗതി മന്ദിരം, അനാഥാലയം കേരളത്തിൽ ധാരാളമുണ്ട്. അഗതിയെ കൂടി സമ്മേളിപ്പിച്ചുകൊണ്ട് അഗതി അനാഥ മന്ദിരം. മറ്റൊന്ന് നല്ലൊരു ലൈബ്രറി, ധാരാളം മറാജികളുള്ളൊരു ലൈബ്രറി. മറ്റൊന്ന് മുസ്ലിം സഹോദരന്മാര്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അക്കാലത്ത് ഭൂരിഭാഗവും ഇവിടെ നിന്ന് കേരളക്കരയിൽ നിന്ന് കയറി വരുന്നവര് ഒരുപക്ഷെ ബിഷ്കാർ അല്ലെങ്കിൽ ഫറാഷ് അല്ലെങ്കിൽ തബ്ബാഹ്. ഇതെന്തുകൊണ്ട്? വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അതല്ലെങ്കിൽ തൊഴിൽ പരിശീലനം ഇല്ലാത്തതിന്റെ പേരിൽ. അപ്പോൾ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം അന്ന് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. ഇതിൽ അതാണ് ITC. പിന്നീട് അതേപോലെ പ്രാരംഭം മുതൽ തന്നെ ഇവിടെ ലക്ഷ്യം വെച്ച മറ്റൊന്നാണ് മസ്ജിദ്. ഈ മസ്ജിദ് ഉമറുൽ ഖത്താബ് എന്ന പേരിലുള്ള ഈ പള്ളി അബുദാബി ദായിറത്തുൽ ഖാസയുടെ ചെയർമാൻ ഗാനിം ഫാരിസ് അൽ മസ്റൂഇ എന്ന് പറയുന്ന വ്യക്തിയെ ഞാനും KK ഉസ്താദും തച്ചർക്കൽ ഇബ്രാഹിം ഹാജിയും, ഓർമ്മയുണ്ട്, തഥാ PA സേതു മുഹമ്മദ് ഹാജിയും ഞങ്ങളൊന്നിച്ചുണ്ടായിരുന്നു. 3 ലക്ഷത്തിലൊരു പള്ളി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇത്രയും പ്രസ്ഥാനമുണ്ടാക്കുന്നിടത്ത് ഇത് മതിയാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് നല്ലൊരു പ്ലാൻ വരച്ചു. 2000-ഓളം കുട്ടികൾക്ക്, ജനങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയുടെ പ്ലാൻ ഒരു ലുബ്നാനിയെ കൊണ്ട് വരപ്പിച്ചു. ബാബഹാജി വരച്ചു ഒന്ന്, പക്ഷേ അത് ശരിയായില്ല. ഇങ്ങനെയാണ് ഈ മസ്ജിദ് ഉമറുൽ ഖത്താബ് 13 ലക്ഷം രൂപ അന്ന് അതിന് ഗാനിം ഫാരിസ് നൽകി നാം ഉണ്ടാക്കുന്നത്. ചുരുക്കത്തിൽ 1984 ജനുവരി 25-ാം തീയതി വന്യരായ മർഹൂം ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ, മർഹൂം ശംസുൽ ഉലമ, ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിൽ UAE പ്രസിഡന്റിന്റെ വന്യരായ അഡ്വൈസർ സയ്യിദ് അലിൽ ഹാഷ്മിയുടെ സാന്നിധ്യത്തിൽ സയ്യിദ് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ, ഇതിന് ശിലയിടുന്നത് 25/1/1984. എന്നാൽ അന്ന് തന്നെ ലക്ഷ്യമിട്ട കൂട്ടത്തിൽപ്പെട്ടതാണ് നല്ലൊരു ഗസ്റ്റ് ഹൗസ്. ഇങ്ങനെ 11 പരിപാടിയാണ് ആരംഭം കുറിച്ചത്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ബുസ്താൻ ഉലൂം മദ്രസയിൽ വെച്ച് ഇക്കാര്യം മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമായ ഞങ്ങൾ അറിയിച്ചപ്പോൾ ഒരു യോഗം ചേരുകയും മർക്കസ് സഖാഫത്തിൽ ഇസ്ലാമിയ എന്ന് പേരിടുകയും ചെയ്തു. പക്ഷേ അബുദാബി കമ്മിറ്റി അതിന് അനുവദിച്ചില്ല. കാരണം സഖാഫത്ത് എന്ന പേരിൽ മറ്റൊരു സ്ഥാപനം കേരളത്തിലുണ്ടായതുകൊണ്ട് മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയ എന്ന പേരാക്കണമെന്ന് UAE കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പേര് മാറ്റിയത്. അതാണ് നാം പഠിച്ച, ഇവിടെ പലരും 3000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയ. ഇതിന് വന്യരായ KT കുഞ്ഞുട്ടി ഹാജിയുടെ ഭാര്യയുടെ മാരാത്ത് കുടുംബത്തിൽ നിന്ന് 12 ഏക്കർ സ്ഥലമാണ് ആദ്യമായി ഇതിനെടുത്തത്. 1 സെന്റിന് 400 രൂപ വില നിശ്ചയിച്ചുകൊണ്ട് എടുത്തു 12 ഏക്കർ. പിന്നീട് അത് വിപുലീകരിച്ചു. ഇപ്പോൾ 36 ഏക്കറോളം സ്ഥലത്തിൽ നിലകൊള്ളുന്നു. അൽഹംദുലില്ലാഹ്. പിന്നീട് വാങ്ങിച്ച് പല വിലക്കുമാണ്. ഫസ്റ്റിൽ ആജീവനാന്ത മെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് 500 രൂപ നിശ്ചയിച്ച് 2200-ൽ പരം വ്യക്തികളിൽ നിന്ന് 500 രൂപ ശേഖരിച്ചു. 200-ൽ പരം വ്യക്തികളിൽ നിന്ന് 5000 ദിർഹംസിന് മുഖ്യ രക്ഷാധികാരി എന്ന് പറഞ്ഞുകൊണ്ട്
രക്ഷാധികാരി മെമ്പർഷിപ്പായിക്കൊണ്ട് സ്വീകരിച്ചിട്ടാണ് ഈ സ്ഥലം വാങ്ങിച്ച ക്യാഷ് സ്വീകരിച്ചത്. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ SSLC കഴിഞ്ഞു. പിന്നീട് +2 ആരംഭിച്ചു. അറബിക് കോളേജ് ഏകദേശം 2002 വരെ ജാമിയ നൂരിയയുടെ അതേ സിലബസിൽ തന്നെ തുടങ്ങുകയാണ് അന്ന് ചെയ്തത്. അതിന് പറ്റിയ പണ്ഡിതന്മാരെ നിശ്ചയിച്ചുകൊണ്ട് വന്നിരായ അബ്ദു മുസ്ലിയാർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രഥമ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പാൾ അദ്ദേഹമായിരുന്നു, CK അബ്ദു മുസ്ലിയാർ കോഴിച്ചന. രോഗിയാണ്, അള്ളാഹു ശിഫ പ്രദാനിക്കട്ടെ. അതേപോലെ PP മുഹമ്മദ് ഫൈദി ഉണ്ടായിരുന്നു, നമ്മുടെ കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ആരംഭിച്ച ഈ പ്രസ്ഥാനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളർന്ന് പടർന്ന് പന്തലിച്ചു. പ്രാരംഭം മുതൽ മർഹൂം KT കുഞ്ഞുട്ടി ഹാജിയും അദ്ദേഹത്തിന്റെ ഒരു മകനും ഒരു ജീപ്പും മർക്കസിനായി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അത് മരണം വരെ തുടർന്നു. രാജാതിരാജനായ നാഥൻ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങളാൽ വല്ല പാപങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ രക്ഷിതാവേ നീ പൊറുക്കണേ തമ്പുരാനെ. എന്നാൽ ലത്തീഫ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നെങ്കിലും അതിന് മുമ്പ് തന്നെ വന്നിരായ KK ഉസ്താദ് മർഹൂം ഷെയ്ഖുന അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദ അദ്ദേഹത്തിന് മുമ്പിൽ തച്ചർക്കൽ ഇബ്രാഹിം ഹാജിയുടെ റൂമിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്തു. തുടക്കം അതാണ്. പക്ഷേ ലത്തീഫ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നപ്പോൾ തന്റെ മരുമകൻ സയ്യിദ് മുസ്ലിയാർക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അതിന്റെ തലേ ദിവസം KK ഉസ്താദ് നാട്ടിലേക്ക് വന്നു. മാനു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നോളൂ എന്ന് പറഞ്ഞു. ഇതാണ് തുടക്കം. ഉസ്താദ് ഓരോ തവണ UAE വരുമ്പോഴും നമുക്കിതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 50 സെന്റ് സ്ഥലം കൂടിയുണ്ട്, അത് 7000 രൂപ വെച്ച് കച്ചവടം ചെയ്തിട്ടുണ്ട്, അതിന് ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണം പോകാമെന്ന് പറയും. ഉസ്താദിനെയും കൂട്ടി ആ മുഖം, ആ ശോഭിക്കുന്ന മുഖം, ഈമാനിന്റെ നൂറുള്ള ആ മുഖം, ആ മുഖവുമായി സഈദ് തരീസ് അൽ മസ്റൂഇ, ഗാനിം ഫാരിസ് അൽ മസ്റൂഇ, അതേപോലെ തന്നെ അബ്ദുറഹീം അൽ ഫഹീമി, അതേപോലെ തന്നെ പ്രഗത്ഭരായ ഒരുപാട് നഹിയാനബിന് ആൽ മുബാറക്, ഇങ്ങനെ വിവിധങ്ങളായ വലിയ വലിയ ഷേഖ് കുടുംബത്തിലുംപ്പെട്ട അറബികളെ ഉസ്താദുമായിട്ട് ഞങ്ങൾ പോയി കാണും. ഇങ്ങനെ ഇതിന്റെ കേസ് ഞാൻ ഓർക്കുന്നു. 1986 മെയ് 18 രാത്രിയിൽ അലിഷ്റഫയെ കണ്ടുകൊണ്ട് 50,000 ദിർഹം അലിഷ്റഫ ദീവാൻ അമീരിയുടെ മുദീർ അദ്ദേഹം നൽകുകയും ഉബൈദ് അൽ ജാബിർ എന്ന് പറയുന്ന മെഴ്സിഡസ് ബെൻസിന്റെ UAE ഏജന്റ് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് 35,000 ദിർഹമും വാങ്ങിച്ചു. പിറ്റേ ദിവസം സൈഹി ഷുഐബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ മടങ്ങുമ്പോഴാണ് എന്റെ വണ്ടി മറിഞ്ഞ് ആക്സിഡന്റായി കത്തി 61 ദിവസം ആശുപത്രിയിൽ കിടന്ന് 2 പേര് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ പ്രസ്ഥാനം, ഇതാണ് മർക്കസു തർബിയത്തിൽ ഇസ്ലാമിയ. ഈ മർക്കസു തർബിയത്തിൽ ഇസ്ലാമിയ എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന വാഫി എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്നു പടർന്നു പന്തലിച്ചു. 42 വാഫി കോളേജുകൾ കേരളക്കരയിൽ, 5 വഫിയ കുട്ടികളുടെ കോളേജും, 5000-ഓളം വരുന്ന കുട്ടികൾ അപേക്ഷ നൽകിയതിൽ നിന്ന് കേവലം 950 കുട്ടികളെ സ്വീകരിക്കാനേ 42 കോളേജിലായിട്ട് സീറ്റുള്ളൂ. ശ്വാസം മുട്ടുകയാണ്. പ്രഗത്ഭരായ നേതാക്കന്മാരുടെ, മന്ത്രിമാരുടെ, തങ്ങന്മാരുടെ എഴുത്ത്, അവരുടെ ഫോൺ ഇന്നലെ രാത്രി വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു റെക്കമെൻഡ് ചെയ്തുകൊണ്ട്. എന്ത് ചെയ്യും? വഫിയ കോഴ്സിൽ ആകെയുള്ള 150 സീറ്റാണ്. പരീക്ഷ എഴുതിയത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 1266 പെൺകുട്ടികളാണ്. കേരളത്തിൽ
പണമുള്ള പല സ്ഥാപനങ്ങളുമുണ്ടെങ്കിലും ഇതേപോലെയുള്ള ഒരു ചിന്ത, ഒരു ധാർമ്മിക ചിന്ത മുമ്പോട്ട് വെച്ച് നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി പലരോടും ഞങ്ങൾ കേഴുന്നു. പക്ഷേ ആരും അങ്ങോട്ട് വരുന്നില്ല. വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മർക്കസിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ +2 പരീക്ഷയിൽ 84% വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം 48ആയിരുന്നു. എന്നാൽ ഇവിടെ ബോർഡിംഗിൽ പഠിക്കുന്ന കുട്ടികളോ വാഫി കോളേജിൽ പഠിക്കുന്ന കുട്ടികളോ പരീക്ഷ എഴുതിയവരിൽ ആരും തോറ്റിട്ടില്ല. 100%. ഡെയിലി വന്നു പോകുന്ന, ട്യൂഷന് വരാൻ വേണ്ടി പറഞ്ഞാൽ പോലും വരാത്ത, ക്ലാസ്സിൽ വന്നിരുന്നാൽ ശ്രദ്ധിക്കാത്ത, ഡെയിലി വന്നു പോകുന്ന കുട്ടികളാണ് ഈ പരാജയപ്പെട്ട 16%. വേദനയോടുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊഴിച്ച് ഈ മർക്കസിന്റെ അകത്ത് ഇന്ന് BSc മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BSc സോഷ്യോളജി, BBA, BCom ഇത്തരം കോഴ്സുകൾ ആർട്സ് കോളേജിൽ നടക്കുന്നു. MA, MCom, MSc ഇവിടെ ഇപ്പോൾ ഉണ്ട്. MEd ലഭിച്ചിട്ടുണ്ട്, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെയുള്ള ആർട്സ് കോളേജിൽ പരീക്ഷ എഴുതിയ 100% വിജയമാണെന്ന് സസന്തോഷം നിങ്ങൾ അറിയിക്കുന്നു. ഒരു കോഴ്സിലും ഒരു കുട്ടിയും പരാജയപ്പെട്ടിട്ടില്ല. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ സമസ്തയുടെ പൊതുപരീക്ഷ എഴുതിയ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ 100% വിജയമാണ്. ഞാൻ പറയാൻ വിട്ടുപോയി വന്നിരായ മുഹമ്മദ് കുട്ടി മൊഴി ഇവിടെയുണ്ട്. ശ്രദ്ധയിൽ നിന്ന് വിട്ടതാണ്. ആദ്യകാലത്ത് ഇവിടെ ഒരുപാട് സേവനം ചെയ്ത മഹാവ്യക്തിത്വമാണ്. അബുദാബിയിൽ ഈ കമ്മിറ്റിക്ക് വേണ്ടി ഓടി നടന്ന് മമ്മിക്കുട്ടി മുസ്ലിയാർ, പല്ലാറ്, സൈലി ഉസ്താദ്, KV ഹംസ മൗലവി, ഇങ്ങനെ അവിടെ ഓടി നടന്ന വന്യരായ മർഹൂം തച്ചർക്കൽ ഇബ്രാഹിം ഹാജി നവ്വറല്ലാഹു മർഖദ, ഇവരൊക്കെ കൂടെ ഒരുപാട് ഓടി നടന്ന് പ്രവർത്തിച്ച മന്യദേഹമാണ്. അദ്ദേഹത്തിനറിയാം. എന്നാൽ ഈ സ്ഥാപനത്തിൽ ഇന്ന് ഇവിടെ ITC, TTC, B.Ed ഉണ്ട്. ഇതിലെല്ലാം 100% വിജയമാണ്. ഒരു കുട്ടിയും പരാജയപ്പെട്ടിട്ടില്ല. എന്റെ വീടിന്റെ പരിസരത്തുള്ള ഞങ്ങൾ നടത്തുന്ന ഗാർഡൻ വാലി സ്കൂളിൽ ഈയിടെ കുറച്ചു മുമ്പ് ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ എന്നെ വിളിപ്പിച്ചു. സംസാരിക്കാനിരുന്നപ്പോൾ പ്രിൻസിപ്പാളോട് അന്വേഷിച്ചു, ഞാൻ നിങ്ങൾ എവിടെ, എന്ത്, ഏത് എന്ന്. ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റാണ് എന്നാ പറഞ്ഞത്. കാരണം B.Ed എടുത്ത് ഇവിടെ നിന്നാണ്. അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ 9000-ഓളം വരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇത് നമുക്ക് സന്തോഷിക്കേണ്ട ടൈമാണ്. പലപ്പോഴും നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് അർഹമായ സ്വീകരണമോ അല്ലെങ്കിൽ പരിചരണമോ അംഗീകാരമോ ലഭിച്ചിട്ടില്ല എങ്കിൽ അതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അത് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ 15/2/2012 ഇപ്പോഴുള്ള ഈ ഭരണസമിതി ഈ ഭരണം ഏറ്റെടുത്തത്. അതിനുശേഷം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മർക്കസിന്റെ അകത്ത് 1,38 ലക്ഷം രൂപ ചെലവഴിച്ച് മൈന്റനൻസ് വർക്കുകൾ ചെയ്തു. ഈ കമ്മിറ്റി വരുന്നതിന് മുമ്പ് 18 ലക്ഷം രൂപ ചെലവഴിച്ച് പണിതുകൊണ്ടിരുന്ന ആർട്സ് കോളേജിന്റെ പണി 1,65 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പണികൾ പൂർത്തിയാക്കി ക്ലാസുകൾ ആരംഭിച്ചു. കോഴിക്കോട് ബിൽഡിംഗ് ഈ കമ്മിറ്റി വരുമ്പോൾ കേവലം 32 ലക്ഷം രൂപയായിരുന്നു ഇറക്കിയിരുന്നത്. 2,68 ലക്ഷത്തോളം ഇറക്കിക്കൊണ്ട് അതിന്റെ 3ാം നിലയും 4ാം നിലയും പണി കഴിഞ്ഞു. ഒരു 5% ബാക്കിയുള്ളൂ. ഒരു 10-25 ലക്ഷം കോടി രൂപ ഉണ്ടായാൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇന്ന് ലഭിക്കുന്ന 2.30 വാടക മാറി ഒരു 6 ലക്ഷത്തോളം രൂപ വാടക നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ പ്രധാനമായിട്ടും ഇവിടെ ഇത്തരം സ്ഥാപനങ്ങളിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 36 ഏക്കറോളം വരുന്ന ഒരേ ഒരു കോമ്പൗണ്ടിൽ ഇത്രയും വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഒന്നിച്ചു നടത്തി ഒരേ ഒരു ഹയർ സെക്കൻഡറി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥാപനത്തിലും 100% കൈവരിച്ചു എന്ന് പറഞ്ഞാൽ
തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സഹകരണവും മനസ്സറിഞ്ഞ പ്രാർത്ഥനയുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് എല്ലാവരും വാഫി കോഴ്സ് ഒരു സീറ്റിന് വേണ്ടി യാചിക്കുകയാണ്. മാന്യന്മാർ, മഹാന്മാർ, വിദ്യാഭ്യാസത്തിന്റെ ഉന്നത പീഠത്തിലും ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരുമാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് വഫിയയിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അൽഹംദുലില്ലാ, ഇവിടെ നമുക്ക് PG ലഭിച്ചു. താമസിയാതെ തന്നെ MEdും ആരംഭിക്കണം. ഇപ്പോൾ MS സോഷ്യോളജി ആരംഭിച്ചു, അതേപോലെ MAയും ആരംഭിച്ചു, MCom, PG. KG to PG വരെയുള്ള ഇതുപോലെയുള്ള ഒരേ കോമ്പൗണ്ടിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ കേരളക്കരയിൽ മറ്റെവിടെയുണ്ട്? എന്നാൽ നാം എല്ലാവരും ഇതിന്റെ ഇവിടെ അധികമായിട്ട് 25/1/1986 ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വന്യരായ അരിയിൽ ഹാഷ്മിയുടെ സാന്നിധ്യത്തിൽ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ അവർക്കൊരു കാഴ്ചപ്പാടാണത്. അവിടെ വന്യരായ തങ്ങളാൽ ഇതിന്റെ ആരംഭം കുറിച്ചു. ആദ്യം ബോർഡിംഗ് മദ്രസയാണ്. യത്തീംഖാനയും കൂടെ തന്നെ അഗതിയനാദി മന്ദിരവും മസ്ജിദ് ഉമർ ഖത്താബും ആ പള്ളിയിൽ വെച്ചാണ് ദർസ് ആരംഭിച്ചത്. ഇന്ന് ഇത്രയും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ ആരംഭിച്ചു. 8ാം ക്ലാസ് വരെ എത്തി നിൽക്കുന്നു. അംഗീകാരവും നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ. ഇക്കാലം അത്രയും അംഗീകാരം ലഭിച്ചിരുന്നില്ല. കയ്യിൽ കിട്ടി. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പ്രഗത്ഭരായ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇവിടത്തെ അഗതിയനാഥ മന്ദിരത്തിന്റെ മാനേജർ, അതേപോലെ തന്നെ നമ്മുടെ ബോർഡിംഗിന്റെ മാനേജർ, അതേപോലെ ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പൽ, ഇവിടത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകളാണ്, പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല. നമ്മുടെ കുട്ടികൾ 7 പേര് ജാമിഉൽ അസ്ഹറിൽ പോയി മറ്റ് ചില സ്ഥാപനങ്ങളിൽ നിന്ന് കേരളക്കരയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് 4 വർഷം പഠിക്കേണ്ട ഗതികേട് വന്നപ്പോൾ വന്യരായ നമ്മുടെ അബൂ യൂസുഫ് ഗുരുക്കൾ എത്തിയിട്ടുണ്ട്. അവരുടെ വന്യപിതാവ് മർഹൂം ആലിക്കുട്ടി ഗുരുക്കൾ നവ്വറല്ലാഹു മർഖദ ഇതിന്റെ സ്ഥാപക വൈസ് പ്രസിഡന്റായിരുന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഈ കുട്ടികൾ ഈജിപ്തിലെത്തി. അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഓൺലി 2 വർഷം പഠിച്ചാൽ മതി എന്നാണ് ജാമിഉൽ അസ്ഹറിന്റെ തീരുമാനം. അതേസമയത്ത് നമ്മുടെ പഠനം PGയായി പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ കൈറോ യൂണിവേഴ്സിറ്റിയിൽ അനുവാദം ലഭിക്കുകയും അൽഹംദുലില്ലാ അവരിൽ 3 പേര് PhD എടുത്തു. അബ്ദുൽ ബർ, ഹാഷിം, ഫൈസൽ ദക്തൂർമാരായി അൽഹംദുലില്ലാ അവരിവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. അവരെ നമുക്ക് ഹാഷിമിനെ നേരത്തെ നാം വാഫി ഫെസ്റ്റിൽ വെച്ച് ആദരിച്ചു. മറ്റ് 2 പേരെ നമുക്ക് ഇവിടെ വെച്ച് ആദരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ. എന്നാൽ ചില രഹസ്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് നമ്മുടേതാണ്. നിങ്ങൾ ഇതിന്റെ മക്കളും ഇതിന്റെ പ്രൊഡക്റ്റുകളും ഭാഗവാക്കുമാണ്. നാം ഒന്നാണ്. കേവലം ഒരു മാസത്തിൽ 32 ലക്ഷം രൂപ ചെലവ് വരുമ്പോൾ നമ്മുടെ വരുമാനം 22 ലക്ഷം രൂപ മാത്രമാണ്. 10 ലക്ഷത്തിന്റെ വഴി കാണേണ്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാ ഇന്ന് വരെ ഈ ഭരണം ഞാൻ പറഞ്ഞല്ലോ 15/2/1912 ഏറ്റെടുത്ത മുതൽ ഇന്ന് വരെ ഇത്രയും പ്രസ്ഥാനങ്ങൾ പുരോഗതി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ നേരെ മുമ്പിൽ കാണുന്ന തഹ്ഫീദുൽ ഖുർആൻ കോളേജ് ഒരു അറബിയുടെ ഇവിടെ കഴിഞ്ഞ ആർട്സ് കോളേജ് ഉദ്ഘാടനത്തിന് വന്ന അറബിയുടെ സഹായത്താൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആർട്സ് കോളേജിന് ഒരു PG ബ്ലോക്ക് വന്യരായ UAE ഡെപ്യൂട്ടി പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് ഷെയ്ഖ് സായിന്റെ പുത്രൻ മർഹൂം ഷെയ്ഖ് സായി നവ്വറല്ലാഹു മർഖദ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനിക്കട്ടെ. ഒരുപാട് ലോകം മനുഷ്യകുലം അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്നു, പ്രസ്ഥാനങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദിന്റെ സഹായത്താൽ
PG ബ്ലോക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫിനിഷിംഗ് വർക്കിലാണ് ഇപ്പോൾ. എന്നാൽ ഇവിടെ എന്നല്ല ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ മതധാർമ്മിക മനുഷ്യസ്നേഹിയായ ജനാബ് പത്മശ്രീ MA യൂസുഫ് അലി സാഹിബ്, അദ്ദേഹത്തിന്റെ വന്യപിതാവ് മർഹൂം അബ്ദുൽ ഖാദിർ ഹാജിയുടെ നാമധേയത്തിൽ ഒരു ഓഡിറ്റോറിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പകുതി ഭാഗം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇത് നമുക്ക് പൂർത്തീകരിക്കണം. എന്നാൽ മർക്കസിന്റെ പുരോഗതി എന്ന് പറയുന്നത് നാം ഒരുമിച്ച് കൂട്ടായിരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. നാം ഇതിനൊരു ബഡ്ജറ്റ് തയ്യാറാക്കി ഒരു പ്ലാൻ ഇട്ടു. പ്ലാൻഡ് പ്രവർത്തനം ആയിരിക്കണം നമ്മുടേത്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ മർക്കസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റാൻ നിഷ്പ്രയാസം സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. KG മുതൽ PG വരെയുള്ള ഇങ്ങനെയുള്ള ഒരു സമുച്ചയം കേരളത്തിൽ മറ്റെവിടെയുണ്ട്? ഒരേ ഒരു സ്ഥാപനത്തിന് പല ശാഖകളും ഉണ്ടാക്കി പ്രവർത്തിക്കുകയല്ല ഇത്, മറിച്ച് പല സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളെ മാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ, നിങ്ങൾക്ക് ആശയവിനിമയങ്ങൾ നടത്താൻ ഈ കാണുന്ന ബിൽഡിംഗിന്റെ മീതെ ഒരു ഓഫീസ് തയ്യാറാക്കിയിരിക്കുന്നു. അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് തയ്യാറാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളിവിടെ വരുമ്പോൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾ, ഇവിടുത്തെ സാറന്മാർ, ഉസ്താദുമാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആശയവിനിമയം സൗകര്യമായി സുഗമമായി നടത്താൻ പറ്റിയ ഒരു ഓഫീസ് അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അലൂമിനി ഓഫീസ്. അതേപോലെ നമുക്ക് കൂട്ടായിട്ട് ഇനി ഇവിടുത്തെ പുരോഗതിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് ഇതിന്റെ ഭരണസമിതിയും നിങ്ങളും ഇവിടുത്തെ സ്റ്റാഫുമാരും, പ്രത്യേകിച്ച് ഇതിന്റെ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ആരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉസ്താദുമാരും ഇവിടുത്തെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുമാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ് പ്രദാനിക്കട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ, ഇതിന്റെ ഭരണകർത്താക്കൾ വന്യരായ മർഹൂം മുഹമ്മദ് അലി ഷിഹാബ്, വന്യരായ KK ഷെയ്ഖുന KK ഉസ്താദ്, വന്യരായ KT കുഞ്ഞുട്ടി ഹാജി, KT മാനമുസ്ലിയാർ, ഉമർ അലി ഷിഹാബ് തങ്ങൾ, ഇങ്ങനെ പ്രഗത്ഭരായ തച്ചറക്കൽ ഇബ്രാഹിം ഹാജി, ഇങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ലാസ്റ്റിൽ പ്രാർത്ഥിക്കാം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി സംഭാവനകൾ അർപ്പിച്ച, സേവനങ്ങൾ ചെയ്ത, സ്നേഹിച്ച, സഹായിച്ച പലരും മരണപ്പെട്ടുപോയി. പലരും ഇതിന്റെ സാരഥികളായിരുന്നു, ചുക്കാൻ പിടിച്ചിരുന്നു. വന്യരായ ആലിക്കുട്ടി ഗുരുക്കളെ പോലെ, കൂടല്ലൂർ മിതിൻകുട്ടി സാഹിബിനെ പോലെ, തിരൂർ ആലിക്കുട്ടി ഡോക്ടറെ പോലെ അള്ളാഹുവർക്കെല്ലാം മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനിയും നമുക്ക് ഒരുപാട് വളരാനുണ്ട്. ഇപ്പോൾ ഇതിന്റെ ശരിക്ക് തുറന്നു പറഞ്ഞാൽ നാം ഇപ്പോഴുള്ളത് ഇതിന്റെ LKG നിന്ന് UKG കടന്നിട്ടുള്ളൂ. ഇനി നമുക്ക് പ്രവർത്തനത്തിൽ ഇനി നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉയരാനുണ്ട്. ആ ഉയർച്ചയ്ക്ക് നാം ഒന്നിച്ചു പ്രവർത്തിക്കണം. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان എന്ന സൂക്തത്താൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടുന്ന് വേർപിരിഞ്ഞവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് ഇവിടുത്തെ എന്നോടൊപ്പം എന്റെ സഹപാഠി കൂടിയായിരുന്ന പൂർവ്വ വിദ്യാർത്ഥി അബ്ദുള്ള കുണ്ടറയെ ക്ഷണിക്കുന്നു. മർക്കസ് എന്ന മലർവാടിയിൽ ജ്ഞാനം നുകർന്നു കാലം നീളും നീങ്ങുന്നതിന്റെ നാഥന്റെ വിധിക്ക് കീഴടങ്ങി മരണമടഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ സ്മരിച്ചുകൊണ്ട് സമസ്തകളുടെ സിനി സ്റ്റുഡന്റ് ഫെഡറേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, മർക്കസിന്റെ പ്രഥമ ബാച്ചിലെ വിദ്യാർത്ഥി കൂടിയായിരുന്ന ബഹുമാനനായ അബ്ദുള്ള കുണ്ടറ സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. സാദരം സവിനയം അധ്യക്ഷന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ വേദിയുടെ അധ്യക്ഷൻ, മർക്കസിന്റെ ഒന്നാം വിദ്യാർത്ഥി കൂടിയായ ബഹുമാന്യ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവർകളെ, മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ മർക്കസിന്റെ ജനറൽ സെക്രട്ടറി ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട കാളാവ് ഉസ്താദ്, മർക്കസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം ഉസ്താദ്, ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ്, യാക്കൂബ് ഉസ്താദ് തുടങ്ങി വേദിയിലുള്ള ബഹുമാന്യ ഉസ്താദുമാരെ, പ്രിയ സഹപാഠി കൂടിയായ പ്രമുഖ സംഘാടകൻ നജീബ് കാന്തപുരം, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാമ്പറക്കുന്നിന്റെ ഊശരഭൂമിയിൽ അനുപമ വിജ്ഞാന സമുച്ചയങ്ങളുടെ മലർവനി തീർത്ത ജഗന്നിയന്താവിനെ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ മരുഭൂമിയുടെ വന്യതയെ വിശ്വാസത്തിന്റെ തുടർ സ്പർശങ്ങളിലൂടെ ചരിത്രത്തിൽ ഉദാത്ത ദേശമാക്കി പരിവർത്തനം ചെയ്ത പ്രവാചകരിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ. മർക്കസിന്റെ മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ ഉമ്മത്തിന്റെ ഉത്കർഷേച്ഛകൾക്ക് മീതെ പ്രകാശം ചൊരിഞ്ഞു നിന്ന 28 ആണ്ടുകൾ മർക്കസിന്റെ ദൌത്യപാതയിലൂടെ കടന്നുപോയിരിക്കുന്നു. ഒരു നിശബ്ദ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ സൂചികയായി മർക്കസ് ഇപ്പോഴും നിളാനദിക്ക് വെളിപ്പാടകലെ സൗരഭ്യം തൂകി തലയുയർത്തി നിൽക്കുന്നു. ഋജുവായ ഇസ്ലാമിക ചിന്തയുടെ സാക്ഷാത്കാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മർക്കസ്. മർക്കസ് ഒരു വലിയ സ്വപ്നത്തിന്റെ ആവിഷ്കാരമാണ്. 30 ആണ്ടുകൾക്ക് മുമ്പ് 1983 അബുദാബിയിൽ വെച്ച് ഒരു ആശയമായി അതിനെ രൂപപ്പെടുത്തി മർക്കസ് 84 വളാഞ്ചേരിയിൽ വെച്ചൊരു പ്രവർത്തനം രൂപീകരിക്കുകയും 85 ജനുവരി 25 ക്യാമ്പസിലെ ആദ്യ സ്ഥാപനത്തിന് മുസ്ലിം കൈരളിയുടെ ആത്മീയ നായകൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടുകയും ചെയ്തു. 86 ജൂൺ 16 ആദ്യമായി അധ്യയനം ആരംഭിച്ചത്. എത്രയെത്ര തലമുറകളാണ് പല കാലങ്ങളായി ഈ വിജ്ഞാനധാരകൾ കുളിർ ചൊരിഞ്ഞു നിൽക്കുന്ന മലർവനിയിൽ വിരുന്നു വന്നുപോയത്. എത്രയേറെ ബാല്യങ്ങളും കൗമാരങ്ങളുമാണ് ഈ ക്ലാസ് മുറികൾ പകർന്നു തന്ന വെളിച്ചത്തിലൂടെ കർമ്മവും ധർമ്മവും നെഞ്ചേറ്റി മുന്നോട്ടു പോയിട്ടുള്ളത്. ജീവിത മർക്കസ് നാളുകളുടെ മനോഹാരിത ചെപ്പിലടി അടച്ചെടുത്ത എല്ലാവരും അവരവരുടെ ജീവിത വഴികളിലേക്ക് യാത്രയായത്. വീണ്ടും ഇവിടെ ഇതുപോലെ ഒന്നു ചേർന്ന് മർക്കസിന്റെ ഓർമ്മകളുടെ മുറ്റത്തുനിന്ന് ആകാശ ചെരുവിലേക്ക് കണ്ണോടിക്കുമ്പോൾ മേലെ സ്മൃതിപഥത്തിൽ മിന്നി നിൽക്കുന്ന താരകങ്ങളെ നാം തിരിച്ചറിയുന്നു. അവ മൺമറഞ്ഞ മഹാരഥന്മാരുടെ ഓർമ്മകൾ വെളിച്ചം വിതറുന്നു. മർക്കസിന്റെ മിനാരങ്ങൾ പോലെ എത്രയെത്ര മഹൽ വ്യക്തിത്വങ്ങളാണ് കൺകുളിർക്കെ നോക്കി നിന്നിട്ടുള്ളത്. സാത്വികനായ പണ്ഡിത ശ്രേഷ്ഠൻ, സമസ്തയുടെ സമുന്നത സാരഥിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്ന മർക്കസ് എന്ന സ്വപ്നത്തിന്റെ സ്ഥാപകനുമായ ശൈഖുന കെ അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർക്കദഹു വിജ്ഞാന വിഹായസിന്റെ ഉന്നതിയിൽ പ്രഭതൂകി നിന്നപ്പോഴും വിനയാന്വിതരായി പതിഞ്ഞ ചുവടുവെപ്പുകളോടെ കടന്നുപോയ വഴിത്താരകളാണ് മർക്കസിന്റെ നടപ്പാതകൾ. വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്ന മഹാനവറുകൾ ദൈവഭയത്തിലൂന്നിയ സമന്വയ വിദ്യാഭ്യാസ രീതിയിലൂടെ സമുന്നതരായ വക്താവായിരുന്നു. വിദ്യകളുടെ അർത്ഥപൂർണമായ സമന്വതയും അതിലൂടെ ഉമ്മത്തിന്റെ ഇരുലോക ഉത്ഥാനവും സ്വപ്നം കണ്ടിരുന്ന ആ മഹാമനീഷിയുടെ ക്യാമ്പസിൽ നിന്നാണ് നാം വാഫിയും വഫിയയും ഒക്കെയായി മാറിയത്. KG തലം മുതൽ PG തലം വരെ മാതൃകയാം വിധം ഒരു വലിയ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന
കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ക്യാമ്പസിനെ സ്നേഹത്തിന്റെ കൈക്കുമ്പിൾ കൊണ്ട് നനച്ചു വളർത്തിയ മർക്കസിന്റെ മഹൽ സാരഥ്യങ്ങളിൽ പുഞ്ചിരിയോടെ മുൻനിരയിൽ നിൽക്കുന്നവർ മുസ്ലിം ഇന്ത്യയുടെ അഭിമാനമായിരുന്ന അഭിവന്യരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളുണ്ട്. വിട പറയും വരെ ഈ വൈജ്ഞാനിക സമുച്ചയത്തിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം കേരളത്തിന്റെ അനിഷേധ്യ നേതാവായിരുന്നു. തങ്ങളവറുകൾ പ്രിയപുത്രനായ കൈരളിയുടെ പ്രതീക്ഷ നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ തന്റെ ബാല്യകാലത്ത് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൽ തങ്ങൾ തന്നെ കൊണ്ടുവന്ന് ചേർത്തത് ഇതേ ക്യാമ്പസിൽ തന്നെയാണ്. പാണക്കാട് തങ്ങളാണ് നമ്മുടെ ക്യാമ്പസിന്റെ മുറ്റത്തുനിന്ന് ലോകത്തോളം വളർന്നു വന്ന സമന്വയ കോഴ്സിന് വാഫി എന്ന് പേരിട്ടത്. പലപ്പോഴും തനിച്ചു വന്ന് ഒക്കെ പ്രേരണ നൽകും വിധം ഈ ക്യാമ്പസിൽ പലതവണ ചിലവഴിച്ചിട്ടുണ്ട്. നമുക്ക് ഊർജം പകർന്നതും ആവേശം തന്നതും മഹാനവറുകളുടെ ഇടപെടലുകളായിരുന്നു. മൺമറഞ്ഞ മറ്റൊരു താരകം നിഷ്കളങ്ക നേതൃത്വത്തിന്റെ തനത് മുഖമായിരുന്ന മർഹൂം കുഞ്ഞുട്ടി ഹാജി അവറുകളാണ്. മരിക്കുവോളം മർക്കസിന്റെ ജനറൽ സെക്രട്ടറി പദത്തിന്റെ ഔന്നിത്യങ്ങളിൽ തനിമയാർന്ന ഗ്രാമീണതയുടെ നന്മകളോടെ അദ്ദേഹം സ്ഥാപനത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വീതിയിലൂടെ നടത്തിച്ചത്. ആദ്യ ബാച്ചിന് ഓട്ടോഗ്രാഫ് എഴുതിയ ഒരു അനുഭവം ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി സാഹിബ് തന്റെ ഓഫീസിലിരുന്ന് അത് ഈ ഒരുമിച്ച് ചേരലിന് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. അന്നത്തെ ഒന്നാമത്തെ ബാച്ചായ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒന്നാമത്തെ ബാച്ചിന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഓരോ ഓട്ടോഗ്രാഫും എടുത്തു വെച്ചിട്ട് വിട്ടുപോയാലും എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മർക്കസിനെ എന്ന ചെറിയ ഒരു വാചകമായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി ഹാജി നമുക്ക് സമ്മാനിച്ചത്. നടക്കാൻ വയ്യാത്തപ്പോൾ പോലും കുട്ടികളുടെ ഫെസ്റ്റിന് കുഞ്ഞുങ്ങളുടെ കൈത്താങ്ങിൽ താൽപര്യപൂർവ്വം എത്തിയിരുന്നത് എത്രമേൽ ആവേശജനകമായിരുന്നു. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാമ്പറക്കുന്നിനെ മാന്തോപ്പുകൊണ്ട് മലർവാടിയാക്കിയ ആശയസമ്പുഷ്ടമായ നേതൃത്വമായിരുന്നു അഭിവന്യരായ തച്ചറക്കൽ ഇബ്രാഹിം ഹാജി അവറുകൾ. ആകാരഗാംഭീര്യവും ആദർശനിഷ്ഠയും കൈവിടാതെ കുഞ്ഞുങ്ങളോട് സൗമനസ്യത്തിന്റെ നിറരൂപമായിരുന്നു അദ്ദേഹം. അതുപോലെ മുൻ ബോർഡിംഗ് മാനേജറായിരുന്ന ബഹുമാന്യനായ CK കൈമലശ്ശേരി അവറുകൾ എന്നിങ്ങനെ മർക്കസിന്റെ സ്മൃതിപഥത്തിൽ എത്രയെത്ര മുഖങ്ങളാണ് ഓർമ്മയുടെ ചെപ്പിൽ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കരപ്പറമ്പ് നിമിഷാർദ്ധങ്ങളിലെ അനുസ്മരണ വാക്യങ്ങൾക്കപ്പുറം പവിത്രമായ സാന്നിധ്യമായിരുന്നു അവരെല്ലാം. അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ആഗ്രഹിച്ച് മർക്കസിന്റെ നന്മകളിൽ തണൽ വിരിച്ചു നിന്നവരായിരുന്നു അവരെല്ലാം. ബഹുമാനപ്പെട്ട PP ഉസ്താദും ജലീൽ ഫൈസി പുല്ലങ്കോട് ഉസ്താദ് അവറുകളും അബ്ദുള്ളക്കുട്ടി ഫൈസി ഉസ്താദും അഹമ്മദ് കുഞ്ഞു മാഷും കുഞ്ഞിപ്പൂ ഉസ്താദും സെക്യൂരിറ്റി സംവിധാനത്തിന്റെ നിസ്വാർത്ഥ മുഖമായിരുന്ന മർക്കസിന്റെ സ്വന്തം ഹാജിയാരുക്കയും മാമ്പറക്കുന്നിലെയും മലർവാടിയിലെ സുഗന്ധ സാന്നിധ്യങ്ങളായിരുന്നു. PK അബ്ദുള്ള മുസ്ലിയാരും ബോർഡിംഗ് മാനേജർ ഖാദർക്കയുമെല്ലാം മർക്കസിന്റെ മക്കളുടെ മനധാരിയെ ഒളിമങ്ങാത്ത സ്മരണകളാണ്. മാരാത്ത് അബ്ദുഹാജി ദീർഘകാല മർക്കസിന്റെ നേതൃനിരയിലെ നിറസാന്നിധ്യമാണ്. ആമീൻ. നൽകി വിട ചൊല്ലിപ്പോയ പ്രിയ ചങ്ങാതിമാർ നിരവധിയുണ്ട്. എല്ലാം നാഥന്റെ വിധിയാണ്. നമ്മുടെ അറിവിൽ എത്തിപ്പെട്ടത് നമ്മളൊക്കെ അറിഞ്ഞവരുടെ ചെറിയ ചെറിയ പേരുകളാണ് ഇവിടെ ഇന്ന് നമുക്ക് സ്മരിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെയൊക്കെ അറിവിൽ നമ്മളിൽ നിന്ന് ആരെങ്കിലും വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ അത് അനുസ്മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം നാഥന്റെ വിധിയാണ്. ഈ തണൽമരത്തിന്റെ മുറ്റത്ത് ഒത്തുചേരുമ്പോൾ നാം അവരെയെല്ലാം സ്മരിക്കുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ബോർഡിംഗ് ഓർഫനേജ് ലൈബ്രറിയുടെ പിന്നിലെ സ്മരണ 2002 ബാച്ചിലെ അയ്യൂബിനെയാണ്. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അയ്യൂബ്. പഠിച്ചിരുന്ന കാലത്ത് ആർട്സിന്റെയും സ്പോർട്സിന്റെയും ക്യാപ്റ്റൻസി അയ്യൂബിന് സ്വന്തമായിരുന്നു. പാഠ്യേതര മേഖലയിലെ ചടുലതയായിരുന്നു പ്രിയ സുഹൃത്തിന്റെ മുഖമുദ്ര. അവരുടെ കൂട്ടുകാർ പ്രിയ സുഹൃത്തിന്റെ നിത്യസ്മാരകമായി ലൈബ്രറിയിലൂടെ പിൻതലമുറയ്ക്ക് എന്നേക്കുമായി വെളിച്ചം സമർപ്പിച്ചിരിക്കുന്നത്. പ്രസ്തുത ബാച്ചിന്റെ സജീവമായ ഗൾഫ് വിങ്ങാണ് മർക്കസ് അലുമിനിയുടെ അഭിമാനമാകുന്ന വെബ്സൈറ്റ് ലോഞ്ചിങ്ങിന് പ്രാപ്തമാക്കി നൽകിയതും. അള്ളാഹു അയ്യൂബിന് പുറത്തു കൊടുക്കുകയും സുഹൃത്തുക്കൾക്ക് അനുഗ്രഹം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. മക്കരപ്പറമ്പ് തറയിൽ ജലീലും യാസർ അറഫാത്തും ഷിഹാബ് കോട്ടക്കലും ഈ മണ്ണിൽ നമ്മോടൊപ്പം കളിച്ചു നടന്നപ്പോൾ തോളിൽ കൈയിട്ട് നടന്നവരായിരുന്നു. അവരിന്ന് നാഥന്റെ സന്നിധിയിലാണ്. ആദ്യകാല വിദ്യാർത്ഥികളായിരുന്ന ഹുസൈൻ ബ്ലാങ്ങാട്,
ചാവക്കാട്, അദ്ദേഹത്തിന്റെ സഹോദരൻ നൌഫലും നമ്മെ വിട്ട് നാഥന്റെ സന്നിധിയിലേക്ക് പോയി. ശിഹാബുദ്ദീൻ പുന്നയൂരും ഷമീർ പുന്നയൂരും മർക്കസിന്റെ മക്കളായിരുന്നു. അഷ്റഫ് ചങ്ങരംകുളവും ഉവൈസ് കെ പി വേങ്ങരയുമൊക്കെ മർക്കസിന്റെ മണ്ണിൽ ഏറെക്കാലം ചിരിച്ചും കരഞ്ഞും ഇണങ്ങിയും പിണങ്ങിയും പഠിച്ചും കളിച്ചും ചിരിച്ചും ജീവിച്ച സഹോദരങ്ങളായിരുന്നു. മുസ്തഫ ഏലംകുളവും പൊലിഞ്ഞുപോയ വിദ്യാർത്ഥി ജീവിതത്തിലെ കണ്ണിയാണ്. സർവശക്തനായ അല്ലാഹുവേ, നീ ഏവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഇതാണ് നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്മരണ. സംഗമനഗരിയിൽ രണ്ടിടങ്ങളിലായി ഉയർന്നിരിക്കുന്ന സ്മാരക കവാടങ്ങൾ 2009-2010 ബാച്ചിലെ ഇഖ്ബാലിനും മുഹ്സിൻ അമിനി 2005 ബാച്ചിലെ മുഹ്സിൻ അമ്മിനിക്കാടിന്റെയുമാണ്. നനവാർന്ന ഓർമ്മകൾക്ക് മുമ്പിൽ അവരുടെ പ്രിയ സുഹൃത്തുക്കൾ സമർപ്പിച്ച സ്മാരകങ്ങളാണ്. ഏവർക്കും നാഥൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. മർക്കസ് എന്ന ഈ തണൽ മരച്ചോട്ടിൽ നമ്മളിങ്ങനെ സമാഗമിക്കുന്നത് കാണുമ്പോൾ സ്വർഗലോകത്തു കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും. നമുക്ക് ചെയ്യാനുള്ളത് ഓരോ സംഗമങ്ങളും കൂടുതൽ വിപുലവും ദൃഢവുമാക്കി അള്ളാഹുവിന്റെ ഈ ദീനിന്റെ നിലനിൽപ്പിന് നാം പുലർത്തേണ്ടുന്ന പ്രതിബദ്ധതയുടെ പ്രതിജ്ഞ ഊർജ്ജസ്വലമായി പുതുക്കേണ്ടുന്ന ഒരു നല്ല സുദിനമാണിത്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടങ്ങാത്ത ആത്മീയാവേശത്താൽ ദുർഘടമായ വഴികൾ പോലും വകവെക്കാതെ പടയോട്ടം നടത്തി ഹിംസ്രജന്തുക്കൾ അടക്കി വാണ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കൈറുവാനെന്ന ചരിത്ര നഗരം പണിതെടുത്ത ഉഖ്ബത്തുൽ ധീരചരിതം അനുസ്മരിപ്പിക്കുമാറ് കാടുകൾ ഇരുട്ടൊരുക്കിയ മാമ്പാറക്കുന്നിനു മുകളിൽ അക്ഷരജ്ഞാനത്തിന്റെ പരദീസിയായ മർഗസ് എന്ന മലർവാടി പണിതൊരുക്കിയ ശുഭ്രമായ വസ്ത്രത്തിൽ അതിനേക്കാൾ ശുഭ്രമായ മനസ്സുമായി തികഞ്ഞ പാണ്ഡിത്യത്തിലും വിനയം കൈമുതലാക്കിയ കെ അസ്റത്ത് എന്ന മഹാന്റെ ദീപ്തസ്മരണയിൽ ഗൃഹാതുരത്തെ ഓർമ്മകളിൽ മർഗസ് എന്ന മലർവാടിയുടെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയ പൂർക്കുന്നിൽ മലർവാടി എന്ന വിഷയത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനനായ മിദ്ലാജ് വാഫി സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി അധ്യക്ഷന്റെ അനുമതിയോടെ സാദരം സവിനയം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل الأنبياء والمرسلين وعلى آله وصحبه الفائزين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു നേതാക്കളെ, പ്രിയങ്കരരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂടി സംഗമിക്കാനുള്ള ഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മാമ്പാറക്കുന്നിന്റെ വിളി ഒന്നുകൂടെ കേട്ട് ഇവിടെ ഒത്തുകൂടാൻ തയ്യാറായി വന്നവരാണ് നമ്മൾ. ഓർമ്മയുടെ താളങ്ങളിലൂടെ, ആലോചനയുടെ ആന്തോളനങ്ങളിലൂടെ നമ്മൾ വീണ്ടും ഒരു മർക്കസ് ജീവിതം അയവിറക്കാൻ, അനുഭവിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർക്ക് മുമ്പിൽ നമ്മൾ പഠിച്ചു വളർന്ന ഈ പ്രിയപ്പെട്ട മണ്ണിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഏറെ ഗൃഹാതുരമാണ്. കഴിഞ്ഞുപോയ കാലങ്ങൾ ആലോചിക്കുവാനും അയവിറക്കുവാനും മനുഷ്യൻ തയ്യാറാവുക എന്ന് പറയുന്നത് തന്നെ അവന്റെ വിശേഷ ബുദ്ധിയുടെ ലക്ഷണമാണ്. ഒരുപാട് തിരക്കുകൾക്കും ജോലികൾക്കുമിടയിൽ സമയമില്ലാതെ നട്ടം തിരിയുന്ന ഈ സമയത്ത് പഴയ ഓർമ്മകൾ അയവിറക്കാൻ, ഗുരുവര്യരെ കാണാൻ, ഒന്നുകൂടെ വിദ്യാർത്ഥിയാകാൻ നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ പടച്ച റബ്ബിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ. മാമ്പാറക്കുന്നിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആരുടെയൊക്കെയോ നിർബന്ധപ്രകാരം മനസ്സോടെയില്ലാതെ അഡ്മിഷൻ കിട്ടി വിരഹത്തിന്റെ വേദനയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് നമ്മളിങ്ങനെ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയ ആ കാലം നമുക്ക് ഓർത്തു നോക്കാൻ കഴിയും.
പ്രിയപ്പെട്ട ഉമ്മയെ വിട്ടുപിരിഞ്ഞതിന്റെ വിഷമം, ഉപ്പയെ കാണാത്തതിന്റെ വേദന, സ്ഥിരമായി കളിക്കാറുള്ള ഗ്രൗണ്ടും കൂട്ടുകാരും ഒക്കെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷരായ വല്ലാത്ത ഒരു സ്ഥിതി, ഒരു സാഹചര്യത്തിൽ നമ്മൾ പതുക്കെ മാമ്പാറക്കുന്നിനെ മർക്കസിനെ സ്നേഹിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. ജമാൽ സിദ്ദിഖി പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എവിടെയോ നിന്ന് വന്ന നമ്മളൊക്കെ പിന്നീട് വല്ലാത്തൊരു സ്നേഹബന്ധത്തിൽ, ബാന്ധവത്തിൽ കൂട്ടുകാരായി ഇവിടെ ഒരു സ്നേഹ പൂങ്കാവനം തീർക്കുകയായിരുന്നു. പരസ്പരം നമുക്കൊക്കെ പറയേണ്ടി വന്നു, നമ്മളൊക്കെ വിദേശികൾ തന്നെ, പക്ഷെ ഇവിടെ ഒരുമിച്ചപ്പോ ഇനി നമുക്ക് മറക്കാൻ പറ്റാത്ത, വേർപിരിയാൻ പറ്റാത്ത കൂട്ടുകാരായി തീരാതെ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ എല്ലാം പങ്കുവെച്ച് എല്ലാം ഒരുമിച്ച് സഹിച്ച് നമ്മളൊരു സ്നേഹാലയം തീർക്കുകയായിരുന്നു. സ്നേഹവും പരസ്പര സ്നേഹവും സൗഹാർദ്ദവും അനുഭവിക്കുകയായിരുന്നു. ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് പരാതികളുടെയും പരിഭവങ്ങളുടെയും കാലമായിരുന്നു. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മ വിളമ്പുന്ന, വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയിരുന്ന തരത്തിലുള്ള ഇഷ്ടവിഭവങ്ങൾ കിട്ടാത്തതിന്റെ വിഷമം, ഹോസ്റ്റലിലേക്ക് പോകുമ്പോ ഒരുപക്ഷെ വീടിന്റെ സുന്ദര സുഷുപ്തിയിൽ ബെഡിൽ കിടക്കുമ്പോൾ കിട്ടിയിരുന്ന ആഴത്തിലുള്ള ഉറക്കം കിട്ടാതിരുന്നതിന്റെ സങ്കടം. പക്ഷേ അതെല്ലാം ഇന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം അങ്ങനെയൊക്കെയെങ്കിലും മർക്കസിൽ വരാൻ കഴിഞ്ഞതുകൊണ്ട് വിഭിന്നങ്ങളായ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയതിന്റെ ഒരു സായുജ്യവും സുഖവും നമ്മൾ അനുഭവിക്കുകയാണ്. വല്ലപ്പോഴുമൊക്കെ കേസുകളിൽപ്പെട്ട് അധ്യാപകർ നമ്മളെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചിലപ്പോഴൊക്കെ തല്ലുകൊള്ളുകയും വേദനിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ, അധ്യാപകർക്കെതിരെ പോലും നമ്മൾ ചിലപ്പോഴൊക്കെ കൂട്ടം കൂടി പ്രതിഷേധങ്ങൾ ഉന്നയിച്ച സന്ദർഭങ്ങൾ. പക്ഷേ അതിനൊക്കെ ഇടയിൽ നമ്മൾ പരിഭവങ്ങൾക്കിടയിലും വല്ലാത്ത ഒരു സൗഹൃദം അനുഭവിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതിന്റെ ആ ഒരു ഓർമ്മയും സുഖവും നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരേ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ സോപ്പ് ഒന്നായിരുന്നു, നമ്മുടെ തോർത്തുമുണ്ട് പലപ്പോഴും ഒന്നായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് എനിക്ക് നിങ്ങളെ കൂട്ടുകാരനാക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഈ സൗഹൃദ ബന്ധത്തിന്റെ കടമകളും ബാധ്യതകളും അതിന്റെ സ്വഭാവമൊക്കെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ എന്നെ കൂട്ടുകാരനാക്കാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതെന്താണെന്ന് തിരിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിന്റെ അടുത്തുള്ളതൊക്കെ ഞാൻ എന്റേതുപോലെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയുണ്ടാകും എന്ന പ്രതിവചനം ലഭിച്ചപ്പോ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. നമുക്ക് നമ്മുടെ മർക്കസിന്റെ കാലങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ പലപ്പോഴും വല്ലാത്ത സ്വാതന്ത്ര്യത്തോടെ നമ്മെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാരുണ്ടായിരുന്നതുകൊണ്ട് കുളിക്കാൻ നേരത്ത് നമുക്ക് തോർത്ത് കാണാറില്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ സോപ്പ് കളവ് പോകാറുണ്ടായിരുന്നു. നമ്മളും ഇതുപോലെ വല്ലാത്ത സ്വാതന്ത്ര്യം കാണിച്ച് വേറെയുള്ളവരുടെ തോർത്ത് സോപ്പ് എടുത്ത് കുളിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഓർമ്മയുടെ താളങ്ങളിൽ, ഈ ആലോചനയുടെ ആന്തോളനങ്ങളിൽപ്പെട്ട് ഒന്ന് വിയർത്ത് കുളിച്ച് പുതുജന്മം കൊണ്ട് ഒരുപാട് പ്രതിജ്ഞകൾ എടുത്തു വേണം ഈ പുണ്യഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ. സഹോദരങ്ങളെ, നമുക്ക് ആലോചിച്ചുകൂടെ? അനുഗ്രഹങ്ങളുടെ പേമാരിയിലേക്കല്ലേ അള്ളാഹു നമ്മെ ഇങ്ങോട്ട് അയച്ചത്, ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മർക്കസിന്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹോദരങ്ങളോട് സംസാരിച്ചതിന്റെ ഓർമ്മയിലും പരിചയത്തിലും പറയട്ടെ. ഞാൻ പഠിച്ചത് അറബി കോളേജിലാണ്. ബോർഡിംഗിലും യതീംഖാനയിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ ഉന്നത ഉദ്യോഗങ്ങളിൽ ജോലി ചെയ്യുന്ന പഴയ സഹോദരങ്ങളെ കാണുമ്പോ 1000 നാക്കോടെ വാചാലരായി അവർ പറയാറുണ്ട്. ഈ അടുത്ത് മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ജീവിതത്തിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അന്ന് ഞാൻ മർക്കസിൽ പോയതുകൊണ്ട്, അന്ന് വരിവരിയായി നിസ്കരിക്കാൻ പോയതുകൊണ്ട്, അന്ന് കുട്ടി ഉസ്താദിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ട്, പള്ളിയിൽ ആഴ്ചയിൽ ഹക്കീം ഉസ്താദ് നടത്തുമായിരുന്ന പ്രഭാഷണവും നസീഹത്തും കേൾക്കാൻ കഴിഞ്ഞത് കൊണ്ട് എന്ന് 1000 നാക്കോടെ നമ്മളൊക്കെ പറയുമെങ്കിൽ അതെല്ലാം മനസ്സ് തട്ടി നമ്മുടെ ചിന്ത പുറത്തു വരികയാണ്, നമ്മുടെ അറിവും അനുഭവവും നാം അറിയാതെ പുറത്തു വരികയാണ്. ആലോചിച്ചുകൂടെ? ഈ മർക്കസ് എന്ന് പറയുന്ന മഹനീയ ഭൂമി നിറയെ മാവും മാങ്ങയുമുള്ള, ഒന്ന് എഴുന്നു നിന്നാൽ ചുറ്റും പച്ച പുതച്ച
കുന്നിൻ കഷ്ണങ്ങൾ കാണാൻ പറ്റുന്ന ഹരിതാഭമായ കാഴ്ചകളും നമ്മെ വീണ്ടും വീണ്ടും ജീവിതപ്പെടുത്തുന്ന ആവേശപ്പെടുത്തുന്ന പച്ചക്കാഴ്ചകളുമുള്ള സുന്ദരമായ ഈ മാമ്പാറക്കുന്ന് ഒന്നുകൂടെ ഉയർന്നു നിന്ന് നോക്കിയാൽ മനോഹരമായ ഭാരതപ്പുഴ കാണാൻ കഴിയുന്ന അതിനു കുറച്ചു മുകളിൽ ടെറസിൽ കയറി നോക്കിയാൽ അറബിക്കടലിന്റെ ഓളങ്ങൾ കാണാൻ പറ്റുന്ന സുന്ദരമായ ഈ ഭൂമി. ഇതിലപ്പുറം ജീവിതം പഠിക്കാൻ, ജീവിതം വരയ്ക്കാൻ, മുന്നോട്ട് പോകേണ്ട വഴികൾ വരച്ചു കിട്ടാൻ ഏത് ഇടത്തിലേക്കാണ് നമ്മൾ വരേണ്ടിയിരുന്നത്? നമുക്ക് ഓർക്കാം, ആഴ്ചയിൽ ഒരിക്കൽ മഗ്‌രിബിന് ശേഷം നമുക്ക് ലഭിച്ചിരുന്ന ക്ലാസുകൾ, ഹൃദയം കൊണ്ട് പറഞ്ഞിരുന്ന, നമ്മൾ ഹൃദയം കൊണ്ട് കേട്ടിരുന്ന, നമ്മെ നമ്മളാക്കിയ എന്റെ അറബി കോളേജിലെ പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിതാബിന്റെ ക്ലാസുകൾ കേട്ട് അല്ലെങ്കിൽ അവിടുത്തെ അസംബ്ലികളൊക്കെ കേട്ട് ഞാൻ രൂപപ്പെട്ടതിനേക്കാൾ എത്രയോ അധികം ആ പള്ളിയിൽ മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് സംസാരിച്ചപ്പോ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങ് തുളഞ്ഞു കയറാൻ തുടങ്ങിയപ്പോ അതാണ് എന്നെ മാറ്റിയത് എന്ന് പല സുഹൃത്തുക്കളും അറബി കോളേജിൽ ഉസ്താദിന്റെ മുമ്പിൽ കിതാബ് മറിച്ച് പഠിക്കാനിരുന്നവര് പോലും പറഞ്ഞ അനുഭവം ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓർമ്മകൾ ഉണ്ടാകണം. ഇതുപോലെ ഈ ഓർമ്മകളാണ് നമ്മെ നമ്മളാക്കുന്നത്. ജീവിതത്തിന്റെ വിവിധങ്ങളായ വിധാനങ്ങളിലേക്ക് വളർന്നു പോകുമ്പോ നമ്മൾ ഇന്നലകളില്ലാത്ത ആളുകളാകരുത്. ഓർമ്മകളുണ്ടാകണം. ഓർമ്മകളിൽ ജീവിച്ച് കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന നല്ല മനുഷ്യരായി നമ്മൾ മാറേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കും വല്ലാതെ നിന്നുകൊടുത്തിരുന്ന മനുഷ്യനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോ ബനൂ നജാറിന്റെ കുളക്കരയിലെത്തിയപ്പോ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വിളിച്ചു പറയുന്നുണ്ട്, ഇതാ ഈ കുളക്കരയിലാണ് ഞാനും എന്റെ ഉമ്മയും വന്നിറങ്ങിയത്. ഈ കുളത്തിൽ നിന്നാണ് എന്റെ ഉമ്മ എന്നെ നീന്താൻ പഠിപ്പിച്ചത്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർത്ത് ഗൃഹാതുരതയിൽ അലിഞ്ഞു പോകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ പലയിടങ്ങളിലും കണ്ടുമുട്ടുന്നുണ്ട്. നമ്മള് വന്നപ്പോഴുള്ള മർക്കസ് ആയിരുന്നില്ല, നമ്മള് പിരിഞ്ഞു പോകുമ്പോഴുള്ള മർക്കസ്, പിരിഞ്ഞു പോയപ്പോഴുള്ള ആ മർക്കസല്ല. ഇതാ ഇപ്പോ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഈ പുണ്യഭൂമിയിൽ ഒരുമിച്ച് കൂടിയപ്പോഴുള്ള മർക്കസ്. നിങ്ങൾക്കറിയാം, ഇവിടെ മഹാനായ ഹംസകുട്ടി ഉസ്താദ്, നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ ശ്രമിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ സംഭവ ബഹുലമായ വികാസങ്ങളും വിവിധങ്ങളായ പരിപാടികളും ലോകം തന്നെ നോക്കുന്ന ഒരുപാട് വിപ്ലവകരങ്ങളായ വിദ്യാഭ്യാസ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാൻ, അതിന്റെ മുന്നിൽ നിൽക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ മർക്കസ് എന്ന മണ്ണുണ്ട് എന്നറിയുന്നത് നമ്മെ ഏറെ ആവേശപ്പെടുത്തണം. നമ്മൾ പഠിച്ച് പിരിഞ്ഞുപോയ ഈ മണ്ണ് ഇന്ന് ലോക മുസ്ലിങ്ങളുടെ തന്നെ കൈരളിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറിയ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഒപ്പം നടക്കാൻ, ഇതിന്റെ കൂടെ നടക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ കേട്ടല്ലോ, 1000-ൽ പരം വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതാനുവന്ന് നമ്മളിവിടെ നമ്മുടെ ക്യാമ്പസിൽ വിഭാവനം ചെയ്യപ്പെട്ട വഫിയ എന്ന കോഴ്സ് 150 സീറ്റുകൾ, കേവലം 150 സീറ്റുകൾ മാത്രമുള്ളിടത്തേക്ക് 1000-ൽ പരം 1500-നടുത്ത് വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതാനുവന്ന് ദീനും ദുനിയാവും ഒരുമിച്ച് പഠിക്കാൻ അഭിലാഷം അറിയിച്ച് ഇങ്ങോട്ട് ഒഴുകി വന്നൊരു സാഹചര്യമുണ്ടായി കഴിഞ്ഞ മാസത്തിൽ. നിങ്ങൾ കാണേണ്ട കാഴ്ചയായിരുന്നു അത്. ഇതിനൊക്കെ നേതൃത്വം നൽകാൻ നമ്മുടെ മർക്കസും അധ്യാപകരും ഉസ്താദുമാരും മുന്നിൽ നിൽക്കുന്നു. നമ്മൾ പഠിച്ച് വിട പറഞ്ഞ് പോകുമ്പോഴുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മുകളിലേക്ക് നമ്മുടെ ഈ പുണ്യഭൂമി, ഈ മണ്ണ് വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആവേശഭരിതരായി സന്തോഷത്തോടെ ഓർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മർക്കസിന്റെ സന്ദേശം നെഞ്ചിൽ വഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനിയും ഇങ്ങോട്ട് വരാനും ഇതുപോലെ ഇതാ അയ്യൂബ് സ്മാരക ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഒരു പറ്റം സുഹൃത്തുക്കള് അവരുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരു സഹോദരന്റെ ഓർമ്മയിൽ ഏറ്റവും ഫലവത്തായ ഈ വിദ്യാഭ്യാസ മണ്ണിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപഹാരവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഇതുപോലെ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഈ യാത്രയിൽ സഹയാത്രികരാകാൻ, ഒപ്പം നിൽക്കാൻ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നന്ദിയുള്ളവരാകാൻ, ഓർമ്മകൾ നഷ്ടപ്പെടാത്തവരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറുഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധാർമികതയുടെയും
അസാംസ്കാരിക പ്രവണതകളിൽ കൂത്തരങ്ങായി വിദ്യാഭ്യാസ സംസ്കാരം മാറിമറിയുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് വീട് വിട്ടാൽ മറ്റൊരു വീടെന്ന പോലെ സ്നേഹവും സാന്ത്വനവും പരിലാളനയുമായി വിജ്ഞാനത്തിന്റെ വിരുന്നൊരുക്കി സർഗചേതനകൾക്ക് പൊൻചിറകുകൾ തെന്നിച്ചേർത്ത് പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ തലയുർത്തി നിൽക്കുന്ന മർഗസിന്റെ മലർവാടിയിൽ നദിനുകർന്ന അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തിയ ഈ മഹാസദസ്സിന് മുന്നിൽ അടുത്തതായി മർഗസ് എന്റെ വീടും പാഠശാലയും ഇന്ററാക്റ്റീവ് സെഷൻ നടക്കുകയാണ്. സെഷനെ നിയന്ത്രിച്ചുകൊണ്ട് ബഹുമാന്യരായ മർഗസിന്റെ ജ്ഞാനം നുകരാനെത്തിയ പിഞ്ചുമക്കൾക്ക് ആശയും ആവേശവും പകർന്നു നൽകി മർഗസിനോടൊപ്പം നടന്നു നീങ്ങിയ ബഹുമാന ഗുരുവര്യർ ഉസ്താദ് മുഹമ്മദ് കുട്ടി ഫൈസി മഞ്ഞപ്പെട്ടി സദസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനു മുമ്പ് ഇവിടെ വേദിയിരിക്കുന്ന മുഴുവൻ ആളുകളും പ്രമുഖ പണ്ഡിതന്മാരും പ്രഭാഷകരുമാണ്. എല്ലാവരുടെയും പ്രഭാഷണത്തെക്കാളും എല്ലാവരുടെയും പ്രഭാഷണം ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. ഒരുപക്ഷെ സമയക്കുറവ് കാരണം പലരെയും ഇതിലേക്ക് പങ്കിടാൻ വേണ്ടി ഒരുപക്ഷെ ചിലരെ വിട്ടുപോകും എന്നതിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഈ കുട്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഫൈസി ഉസ്താദിനെ എന്റെ ആദ്യകാല ഗുരു കൂടിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും അദ്ദേഹത്തോട് പറയാനും ചോദിക്കാനുമുള്ള ഈ സെഷനിൽ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഈ സെഷനിൽ എല്ലാവർക്കും ചോദിക്കാനുള്ളവർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാണ്ട് അദ്ദേഹത്തെ ചോദിക്കുക. അദ്ദേഹം മറുപടി പറയുന്നതാണ്. അതിനുവേണ്ടി കോഡ്ലെസ് മൈക്കുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് കൈമാറുന്നതാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസിന ബിറിയല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മർക്കസ് ജനറൽ സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. നമ്മൾക്ക് ഇതുപോലെ ഒരവസരം ലഭിക്കാനില്ല. കാരണം നമ്മുടെ പറയാനുള്ളതെല്ലാം പറയാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ സെഷൻ കുറച്ച് കഴിഞ്ഞ് നടക്കേണ്ടതായിരുന്നു. നേതാക്കന്മാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ സമയത്ത് തന്നെ അത് നടത്താമെന്ന ഒരു തീരുമാനം സംഘാടകരെടുത്തത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളിവിടെ ഒത്തുകൂടിയത്, നമ്മുടെ ഇവിടെ ഒത്തുകൂടിപ്പിച്ചത്, പെട്ടെന്ന് നമ്മളെ വിളിച്ചുണർത്തിയത് അയ്യൂബാണ് എന്നതാണ് വസ്തുത. അയ്യൂബിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അയ്യൂബിന്റെ പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ കുറെ വിദ്യാർത്ഥികൾ നമ്മളോട് വിട ചോദിച്ചു. ഈ ഗേറ്റ് കടന്നു വരുമ്പോൾ ഒരു മുഖം നിങ്ങൾ കണ്ടു. അതുപോലെ കുറെ വിദ്യാർത്ഥികൾ നമ്മളിൽ നിന്ന് നമ്മളോട് വിട ചോദിച്ചിട്ടുണ്ട്, വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഹെഡ് മാസ്, നമ്മളെ ഒരു 10 വർഷത്തിലേറെക്കാലം നമുക്ക് നേതൃത്വം നൽകിയ അഹമ്മദ് കുഞ്ഞിമാസ്, അതുപോലെ തന്നെ പ്രഗത്ഭനായ ഒരുപാട് ആളുകൾ ഇവിടെ നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ട, ഇവിടെ വായിച്ച് നിങ്ങൾ കേട്ട, നിങ്ങൾ മുഖം ഇപ്പോൾ കണ്ട ആളുകൾ, അതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി ഹാജി, ബഹുമാനപ്പെട്ട മാരാത്ത് അബ്ദു ഹാജി തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മളുമായി വിട ചോദിച്ചു, യാത്ര ചോദിച്ചു. ഈ വിടവാങ്ങലിന്റെ നൊമ്പരം, അതേൽപ്പിച്ച മുറിവ്, അത് മനസ്സിലേൽപ്പിച്ച മുറിവ്, അതനുഭവിച്ചുകൊണ്ടാണ് നാം ഈ സംഗമത്തിനിവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ ഇങ്ങനെ ഇന്ന് കാണുന്നവരെ നാളെ കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഈ കുടുംബത്തിലെ അംഗങ്ങളെ ഒന്ന് വിളിക്കുന്നതും ഒന്ന് ഒരുമിപ്പിച്ച് കൂട്ടുന്നതും നല്ലതാണെന്ന് തോന്നിയത്. കാരണം ഈ എന്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ
ഒരു സാധാരണ സ്ഥാപനത്തിൽ, എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ചതുപോലുള്ള വിദ്യാർത്ഥികളല്ല. എന്നെ മുമ്പ് നടന്ന പ്രാസംഗ്യൻ പറഞ്ഞത് മുഹാജിരികളായ ഒരു വിഭാഗം ആളുകൾ, വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ സുഖവും ദുഃഖവും എല്ലാം പങ്കിട്ടുകൊണ്ട് ഇവിടെ കഴിച്ചു കൂട്ടിയത്. ആ സമയത്ത് ഇവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വിധേയരായിരുന്നു. പള്ളിയിൽ പോകാൻ പോലും ലൈനിൽ നടക്കേണ്ടി വന്നിരുന്നു. ക്ലാസ്സിലെത്താൻ പ്രത്യേക സമയമുണ്ടായിരുന്നു. കൃത്യസമയത്ത് ക്ലാസ്സിലെത്തിയില്ലെങ്കിൽ വടിയുമായി ഉസ്താദുമാർ അവരെ സ്വീകരിക്കാൻ ക്ലാസ് മുറിയുടെ മുന്നിലുണ്ടാകുമായിരുന്നു. ഇത്തരത്തിൽ അന്നത്തെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഗ്രഹാതുരത്വം ശരിക്കും ഓർമ്മ വരുന്ന, സ്വന്തം വീടിനേക്കാൾ ഈ മർക്കസിലെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഊടും പാവും നൽകിയത്, രൂപവും ഭാവവും നൽകിയത് ഈ മർക്കസാണ് എന്നതുകൊണ്ടാണ്. കേവലം ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലെ പരസ്യമോ മറ്റോ ഒക്കെ കണ്ട് നിങ്ങളുടെ ഒത്തുകൂടിയത്. ഇവിടെ ഒത്തുകൂടിയവരെക്കാൾ ധാരാളം ആളുകൾ വിദേശങ്ങളിൽ ഈ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടക്കുന്ന പരിപാടികൾ, ഇവിടെ ഈ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ, നിങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഗൾഫ് നാടുകളിലും, ബ്രിട്ടനിൽ പോലും ഇന്നലെ എന്നെ വിളിച്ചുകൊണ്ട് അന്വേഷിച്ചു. വിദേശത്തുള്ളവരെയും ഒക്കെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും മർക്കസിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കാരണമായി തീർന്നത് നിങ്ങളുടെ ഈ സ്ഥാപനവുമായുള്ള നിങ്ങളുടെ അഭേദ്യമായ ബന്ധമാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തിയതുപോലെ, നിങ്ങൾക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയതുപോലെ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ ഗുരുനാഥന്മാരായ ഞങ്ങളുടെ ഉസ്താദന്മാർക്കും ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ പുരോഗതിയല്ല ഞാൻ പറയുന്നത്, ഒരുപാട് പുരോഗതികൾ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇപ്പോഴുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് മർക്കസാണ് എന്നതാണ് വാസ്തവം. ഇവിടെ ക്ലാസ് നിറച്ച് കുട്ടികളുണ്ടായിരുന്നു. എവിടെ ക്ലാസ് എടുക്കുമ്പോഴും, ബോർഡിങ്ങിലായാലും അറബി കോളേജിലായാലും ഒഫിയിലായാലും ഒക്കെ നിറച്ച് ക്ലാസ്സുള്ള 10, 40, 50 കുട്ടികൾ മുന്നിലിരുന്നുകൊണ്ടുള്ള ക്ലാസ്. അത്തരത്തിലുള്ള ക്ലാസുകൾ നിയന്ത്രിക്കപ്പെടേണ്ടി വരുമ്പോൾ കൂടുതൽ പഠിക്കേണ്ടി വന്നു. ഇപ്പൊ പഠിച്ച് തികഞ്ഞു എന്നല്ല പറയുന്നത്, എന്നാലും ഒരു സംതൃപ്തിയോടുകൂടി ഏത് വലിയ ക്ലാസും ഏത് വലിയ കുട്ടികളെയും നമ്മൾക്ക് മുന്നിലിരുത്തി അവരോട് ക്ലാസ് എടുക്കാമെന്ന ഒരവസ്ഥയിലേക്ക് എന്നെ ഉയർത്തിയത് ഈ സ്ഥാപനമാണ്. അതുപോലെ എനിക്കറിയാം, ഇവിടെ വന്ന പല അധ്യാപകരും, സ്കൂളിലേക്ക് അധ്യാപകരായി വന്ന ആളുകൾ, പല അധ്യാപകരും ഇവിടെ വരുമ്പോൾ മതപരമായി വളരെയൊന്നും അറിയാത്ത ധാരാളം എന്റെ സ്നേഹിതന്മാരായ അടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരിവിടെ കുറച്ചുകാലം നിന്നപ്പോൾ ഈ പള്ളിയിലേക്ക് 5 നേരം പോവുകയും നിസ്കാരത്തിൽ 10, 500, 600 ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്ത്, അങ്ങനെ അവര് ഈ കുട്ടികൾ ലൈനിലായ പോലെ ഈ അധ്യാപകരും ജീവിതത്തിൽ ഒരു ലൈനിലായി എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ആ അധ്യാപകർക്കെല്ലാം ഇവിടെ എന്ത് പരിപാടി നടക്കുമ്പോഴും ഇവിടെ എത്തണമെന്ന ആഗ്രഹമാണുള്ളത്. ഇന്നൊരുപാട് അധ്യാപകരോട് എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ആയതും അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരുനാഥന്മാർ ഇങ്ങനെ ആയതിനും അപ്പുറം ഇനിയും ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പുരോഗതി, ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം, ആ പ്രയാണത്തിൽ നാം സ്ഥാപനത്തിന്റെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആവേശവും ലക്ഷ്യവും എല്ലാം അത് നൽകും. അതുകൊണ്ട് നാം മർക്കസിന്റെ ഭാവിയിൽ മുന്നോട്ടുള്ള പോക്കിൽ എങ്ങനെയെല്ലാം നമുക്ക് സഹകരിക്കാൻ സാധിക്കും, എങ്ങനെയെല്ലാം നാം പങ്കെടുക്കണം എന്നെല്ലാം നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഓരോ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. നമ്മളെല്ലാവരും മർക്കസിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് നേർക്കുനേരെ നമുക്ക് സംസാരിക്കാനുള്ള അവസരമാണ് ഇവിടെ നമ്മുടെ മുന്നിലേക്കുള്ളത്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുറത്ത് ആർക്കും പോകാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ ചർച്ചയിൽ സജീവമായി കൊണ്ട് പങ്കെടുക്കുക. ആദ്യമായി സംസാരിക്കാൻ വേണ്ടി